പിടിച്ചുകൊണ്ടുപോയി അകാരണമായി മർദ്ദിച്ചു. അദ്ദേഹം നട്ടലിലും വാരിയിലും ചവിട്ടി ഓടിച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സുഖമില്ലാതെ വന്ന് പുള്ളി പോയി പലയിടത്തുമൊക്കെ ചികിത്സ തേടി അവസാനം ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമായിരുന്നു എന്നാണ്. സർക്കാർ മനസ്സിലാക്കേണ്ടത് ക്രമസമാധാന നില പാലിക്കേണ്ട പോലീസുകാർ ഒരു യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഒന്നുകിൽ ഒരു ഡോക്ടർ മുമ്പിൽ ഹാജരാക്കണം. അദ്ദേഹത്തിന് FIR ഇട്ടില്ല. അപ്പം ഗുരുതരമായ ലംഘനം, മനുഷ്യാവകാശ ലംഘനം നടന്നിരിക്കുകയാണ് കുണ്ട്ര പോലീസുകാരിൽ നിന്നും. അപ്പം ആരാണോ ശ്രീജിത്ത് എന്ന പോലീസുകാരനും അതുൽ എന്ന SIയും കൂടി ഇതിനു മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിലെ DCC സെക്രട്ടറി പാണ്ഡപുരം രഘുവിനെയും അവരിതുപോലെ പബ്ലിക്കായിട്ട് മുഖത്ത് അടിച്ച ഒരു സംഭവം ഉണ്ടായിട്ട്. അപ്പം ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ രാജ്യത്ത് ഗവൺമെന്റ് വളരെ ശക്തമായ രീതിയിൽ ഈ കുടുംബത്തിന് കോമ്പൻസേഷൻ നൽകുകയും ഈ പറഞ്ഞ മാതാപിതാക്കൾ, സുഖമില്ലാത്ത 2 മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് തക്കതായ രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളും ഈ മരണപ്പെട്ട സിയാദിന്റെ ഭാര്യയ്ക്കും 2 കുഞ്ഞുങ്ങളുമുണ്ട്, അവരെ വിദ്യാഭ്യാസ ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുക്കുകയും എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടി ഒരു നല്ല ന്യായവും നീതിയും കണക്കിലാക്കിക്കൊണ്ട് ഈ പോലീസുകാരെ, ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസുകാരനെയും അതുൽ എന്ന് പറയുന്ന പോലീസുകാരനെയും സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ശക്തമായ രീതിയിൽ ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നതുകൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസ് ഈ മരണപ്പെട്ട സിയാദിന്റെ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുകയാണ്. ഗവൺമെന്റും നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യും, ഇവർക്ക് കോമ്പൻസേഷൻ നൽകുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിർഭാഗ്യകരമായ ഈ സംഭവം വളരെ വേദനാജനകമാണ്. നമ്മുടെ കഴിഞ്ഞ LDF സർക്കാർ കോട്ടയം ജില്ലയിലുള്ള പോലീസുകാരൻ ഒരു മാങ്ങ കട്ടെടുത്തു. അയാളിനെ 3 ദിവസത്തിനുള്ളിൽ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണുണ്ടായത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്നും ഏതൊരു SDPIക്കാരൻ്റെ ഫോണിലോട്ട് ഒരു കോള് പോയതായിട്ട് കണ്ടുപിടിച്ചു. അതിനും അദ്ദേഹത്തെ സർവീസിൽ നിന്നും പുറത്താക്കി. അപ്പോൾ എന്തുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുകൾ എന്തുകൊണ്ട് ഈ വ്യക്തിയെ, ഈ സിയാദ് എന്ന് പറയുന്ന വ്യക്തിയെ വേറൊരാൾ മർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ ആളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഇപ്പോൾ പോലീസുകാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് ഒരു ഡോക്ടർ. ആദ്യത്തെ ഇദ്ദേഹം മരിക്കുന്നത് പോലീസുകാർ കൊണ്ടുപോയി ഇടിച്ച് അയാളുടെ നട്ടെല്ലും വാരിയെല്ലും മുടിച്ച് അതിൽ നിന്നുണ്ടായിട്ടുള്ള പല പല അസുഖം കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മഞ്ഞപ്പിത്തമാണെന്ന് കണ്ടു. ശരിയാ, 1.5 മാസം മുമ്പ് സംഭവിച്ച സംഭവങ്ങൾ ഇന്ന് മരണകാരണമായിട്ട് അവർ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളോ, ഇത് അറസ്റ്റ് ചെയ്യുക പോലും അല്ല, അത് അനധികൃതമായിട്ട് ഒരു വീട്ടിൽ കയറി ഒരാളിനെ പിടിച്ചോണ്ട് പോവുകയാണ്, അതിൻ്റെ കാരണങ്ങളില്ല. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പൊതുപ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പ്രാദേശിക നേതാക്കളെ ബോധ്യപ്പെടുത്തണം, ഇയാളെ കൊണ്ടുപോകുന്ന ഇന്ന കാരണത്തിന്. അപ്പോൾ ഇവയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പം ഈ കാരണത്താൽ ഈ 2 പോലീസുകാരുടെയും ഫോട്ടോകൾ പോലും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളൊരു നിർഭാഗ്യകരമായ വിഷയം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പം ബഹുമാന്യനായ ഇപ്പോഴത്തെ UDF സർക്കാർ ഈ സിയാദിൻ്റെ മരണത്തിന് സംഭവിച്ചുണ്ടായിട്ടുള്ള നടപടികളെന്ന് പറയുന്നത് അതുൽ എന്ന SIയിൽ നിന്നും ശ്രീജിത്ത് എന്ന പോലീസുകാരിൽ നിന്നും താൽക്കാലികമായിട്ട് 25 ലക്ഷം രൂപയെങ്കിലും വാങ്ങിച്ച് സമാശ്വാസം നൽകുകയും ശേഷം അവരെ മാതാപിതാക്കൾക്കും അവരുടെ കുട്ടികൾക്കും പഠിക്കാനുള്ള കോമ്പൻസേഷൻ നൽകേണ്ടതും സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇത് ഈ പോലീസുകാരിൽ നിന്ന് തന്നെ ഈടാക്കണം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.